സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടായി പ്രോൺസ് ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ഇനി നമുക്ക് കടായി ഉണ്ടാക്കാൻ അതിൻ്റെ മസാല പൊടിച്ചെടുക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ മല്ലി, 5-6 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. പൊട്ടി തുടങ്ങുമ്പോൾ മാറ്റിവെച്ച് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്, അധികം പൊടിയേണ്ടതില്ല. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നീളത്തിലരിഞ്ഞ ഇഞ്ചിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി മുറിച്ചത് ഇടാം. പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ആയി വന്നാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചത് ഇടാം. ചെമ്മീനായതുകൊണ്ട് കുട്ടികൾക്ക് മുള്ളില്ലാതെ ധൈര്യപൂർവ്വം കഴിക്കാം.
ഇനി ഇതിലേക്ക് ഒരു തക്കാളി തോല് കളഞ്ഞ് അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷമേ ഉപ്പിടാവൂ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇത് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് തന്നെ വളരെയധികം സ്വാദുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാം ചെമ്മീൻ ഇടാം. ഇതൊന്ന് മസാല പിടിക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെമ്മീനായതുകൊണ്ട് അധികം വേവിക്കേണ്ടതില്ല. ചെമ്മീൻ അധിക നേരം വേവിച്ചാൽ തിന്നാൻ സ്വാദുണ്ടാവില്ല. എല്ലാ വശത്തും മസാല പിടിക്കാൻ വേണ്ടി ഇളക്കി വേവിച്ചെടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഒന്ന് നിങ്ങളും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.